ഹലോ, ഹെഡ്മിലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ വ്ളോഗ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണ് അതിഥികൾ എന്നറിയാൻ കഴിഞ്ഞ വ്ളോഗുകളൊന്ന് കണ്ടാൽ മതിയേ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഒരാൾ മുറ്റത്തിറങ്ങാൻ തയ്യാറായി ഇങ്ങനെ പിരിവിരി കൊണ്ട് നിൽക്കുകയാണ്. കണ്ണ് തപ്പിയാൽ മുറ്റത്താണ്. അവന് ചെരുപ്പിട്ട് ഇറങ്ങാൻ അറിയില്ലല്ലോ തന്നെത്താനെ. നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ട് ഇറങ്ങാൻ സമ്മതിക്കും, ഓടിച്ചാടിയൊക്കെ നടക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കാല് നോവുന്ന അവനും അറിയില്ല, നമുക്കും അറിയില്ല എവിടൊക്കെ ചാടുന്നെന്ന്. ചുവപ്പുണ്ടല്ലേ. അരിഞ്ഞു നോക്കിയിട്ടല്ലെങ്കിൽ പിന്നെ എടുക്കാം, ചുവപ്പെടുക്കാം. മതി, ചുവപ്പെടുക്കാം. അപ്പം ചീര തോരൻ വെക്കാൻ വേണ്ടിയാണ്. ബിനുവിന് ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോരൻ. എപ്പം ഞാൻ ചീര എടുത്താലും ബിനുവിനെ ഓർക്കും. ആ കാര്യങ്ങളിൽ ജോസാനും ബിനുവും ഓപ്പോസിറ്റാണ്. ജോസാന് വലിയ ഈ ഇലക്കറികളോട്, പാലക്ക് കറി, ഡാള് കറി, ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതേസമയം ബിനുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തെ കേടായിട്ടുള്ള ഇലകളും പ്രാണികളും ഒക്കെ ഉണ്ടോയെന്നൊക്കെ അത് ക്ലീൻ ചെയ്യുവാണ് ഷിഞ്ചു. കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയാണോ അവിടെ നിന്നത് അത് അതുപോലെ എടുത്തങ്ങ് വീഡിയോ ഇടുമായിരുന്നു. ഒത്തിരി ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റും പിന്നെ വാട്സപ്പിലും മെസ്സേജുകളും വന്നു. ബെൻസിയുടെ സംസാരം കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ കാണുന്നത്, സംസാരമില്ലാത്ത വീഡിയോ ആണെങ്കിൽ ഇനി ഇങ്ങനെ ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, എന്നിട്ട് ഞാനതിൽ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗ് എന്ന് പറയുന്നത് 1.5 ആഴ്ച മുമ്പേ ഉള്ളതാണ്. കാരണം ഞാൻ ഒന്നിടവിട്ടല്ലേ വ്ളോഗ് ഇടുന്നേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗ്യാപ്പും വരുമല്ലോ. അതായത് ഇവർ തിരിച്ച് സൗദിയിലെത്തിയാലും എൻ്റെ വ്ളോഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒന്നിട വിട്ടിടുന്നത് കൊണ്ട്. ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വീഡിയോ കയറി വന്നാൽ അങ്ങനെയും ഡിലേ ആവും. പക്ഷേ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ വീഡിയോ ഇടുന്നതിൻ്റെ തലേന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. അതാണ് പുതിയതായിട്ടുള്ള കമൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിൽ പറയുന്നത്. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒന്നിട വിട്ടാക്കുന്നത്. ഒരു തേങ്ങ മതിയല്ലോ. 1 2 ഒക്കെ തിരുമ്മി വെച്ചാൽ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് മേശപ്പുറത്തിരുന്ന് അങ്ങനെ കഴിക്കൽ വളരെ കുറവ്. രാത്രി, മിക്കവാറും രാത്രിയിൽ ഒരുമിച്ചായിരിക്കും. അതുപോലെ തന്നെ റെഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം മക്കൾക്ക് വിശക്കുന്നുവെങ്കിൽ അവർക്കങ്ങ് കൊടുക്കും. പിന്നെ അവരുടെ വീടിൻ്റെ പണി നടക്കുന്നേ. അപ്പം ബിനു മിക്കവാറും രാവിലെ അങ്ങോട്ട് പോകും, ഇടയ്ക്ക് വരും, അന്നേരമായിരിക്കും കഴിക്കുന്നത്. ജോസാനും എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തൊക്കെ പോകണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് കൂടെ കയറി കഴിച്ചേച്ചങ്ങ് പോവും. അതുകൊണ്ട് പലപ്പോഴും പല സമയത്താണ് ഒരുമിച്ച് അങ്ങനെ ഇരിക്കാൻ ടൈം കിട്ടാറില്ല. ഞാനിതിനിടയ്ക്ക് എത്രയും സമയം കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, ദോശയാണ്. മാവ് അരച്ച് വെച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് 2-3 ദിവസത്തേക്കുണ്ടായിരുന്നു മാവ്. ഇന്നത്തോടുകൂടി ദോശ പരിപാടി തീർന്നു. ഇനിയിപ്പോൾ 1-2 ദിവസത്തേക്ക് ദോശ മാവ് അരയ്ക്കുന്നില്ല. ഇത് ഒരു ഗ്യാപ്പിന് ശേഷമേ ഇനി ദോശ ഉണ്ടാക്കത്തുള്ളൂ. ഇനിയിപ്പം ബാക്കിയുള്ള ദിവസങ്ങൾ മോട്ടർ നിറഞ്ഞു, ഓഫ് ചെയ്യട്ടെ. തുറന്നു. അത് കൊച്ചെടുത്തു. അപ്പോൾ മുന്തിരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ ആദ്യം നന്ന് കഴുകി വെക്കുന്നതാണ് നല്ലത്. 1-2 പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം ഉപ്പിട്ട് കുറേ നേരം വെക്കും. അതിന് ശേഷം കഴുകി വാരി ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കും. അപ്പോൾ ഞാൻ തണ്ടിൽ നിന്നും മൊത്തം ഇളക്കി ഇട്ടിട്ടാണ് കഴുകി വാരി വെച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നതാണ് പാലക്ക്. കുഞ്ഞ് 2 കെട്ടായിരുന്നേ. അതിങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാത്രി തന്നെ തീരുമാനിച്ചായിരുന്നു ഡാള് കറി വെക്കാമെന്ന്. ഡാള് കറിയും വേറെ തോരൻ വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അപ്പോൾ രാവിലെ ബിനു മേടിച്ചുകൊണ്ട് വന്നതാണ് ചീര. അപ്പോൾ എനിക്ക് ചീര ഒത്തിരി ദിവസം വെച്ചേക്കണ്ടല്ലോ എന്ന് കരുതി ചീര കുറച്ചെടുത്ത് അങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ചു. ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ കാണുമ്പോൾ അറിയാതെ ഞാൻ ബോംബെയിലെ മാർക്കറ്റിലോട്ട് അങ്ങ് പോകും. എനിക്ക് ബോംബെയിൽ നിന്ന് പലരും, എന്നെ അറിയാവുന്നവരും അല്ലാത്തവരും പലരും കമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ട്, ബെൻസി ബോംബെ മിസ് ചെയ്യുന്നില്ലേന്ന്. ബോംബെ മറന്നോന്ന് ചോദിക്കാറുണ്ട്.
ബോംബെ ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരടുത്തൊക്കെ പറയാറുണ്ട്, മറന്നെങ്കിലല്ലേ ഓർക്കുന്നേ. കാരണം ഡെയിലി എത്ര പ്രാവശ്യം ഞാൻ അതൊക്കെ ഓർക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഓഫീസിൽ പോകുന്നതും വരുന്നതും ഒരു രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇപ്പോൾ ഓഫീസിലാണ്. വൈകിട്ട് ഒരു 6:30 7 മണിയൊക്കെ ആകുമ്പോൾ വിചാരിക്കും, ഇപ്പം ഓഫീസിൽ നിന്ന് വന്നിട്ട് താഴെ മാർക്കറ്റിൽ കറങ്ങി നടക്കേണ്ട സമയമാണ്. ഓരോ സമയമാകുമ്പോഴും ഞാൻ അവിടെ എന്തെടുക്കുകയായിരിക്കും എന്നുള്ള ചിന്തയാണ് മനസ്സിൽ. അത് ഏത് നാട്ടിൽ പോയാലും അങ്ങനെയൊന്നും മറക്കില്ല കേട്ടോ. കാരണം ജീവിതകാലം മുഴുവൻ ആ ഓർമ്മകൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കറി ഉണ്ടല്ലോ, ബോംബെ വെച്ച് മിക്കവാറും ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. സൂപ്പ് പോലെ കോരി കുടിക്കാനും നല്ല രസമാണ്. ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ സാമ്പാർ ഡാളുണ്ടല്ലോ, തുമരപ്പരിപ്പെന്ന് പറയും, തോരൻ പരിപ്പെന്ന് പറയും, തുവർ ഡാളെന്ന് പറയും. അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത്. പകരം മൂങ്ങുഡാൾ വെച്ചും ഇത് ചെയ്യാം. മൂങ്ങുഡാൾ വെച്ചാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാൻ നിലക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, ലേശം പച്ചമുളക് കീറിയിടാം. ഞാനിപ്പോൾ പ്ലെയിനായിട്ട് വേവിച്ചെടുക്കുവാണേ. എനിക്കാണെങ്കിൽ ഈ മീനോട് അത്ര പ്രിയവും ഇല്ല. ജോസാന് ഭയങ്കര പറക്കാൻ. മാംസമുള്ളത് ഒരു 3 എണ്ണം എടുത്തിടുമ്പോ 1 കിലോ അതങ്ങോട്ട് കട്ട് ചെയ്ത് വറക്കണം. ഇങ്ങോട്ട് ജോസാന്റെ മുമ്പിലോട്ട് അങ്ങോട്ട് കൊടുക്കണം. ഞാൻ അങ്ങനെ ഒന്ന് ഗ്രില്ല് ചെയ്യണം, നല്ല മീൻ കിട്ടുവാണെങ്കിൽ. നല്ല മീൻ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. മീൻ വേണമെങ്കിൽ ഉണ്ട്. നല്ല അമൂർ വന്നിട്ടുണ്ട്. എന്നു ഇന്ന് ജോസമ്മന്റെ അടുത്ത് പറഞ്ഞോ വന്നു? ഞാൻ പറഞ്ഞു വേണം. അപ്പോൾ ചീര തോരൻ വെക്കാനായിട്ട് സവാളയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീൻ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. കൊച്ചു മീനാണ്, അപ്പോൾ കറി വെക്കാൻ അത്ര ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയാണേ. 2 കാര്യം പറയാൻ വിട്ടുപോയി. കൊച്ചുള്ളിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടേ. അപ്പോൾ തോരനൊക്കെ വെക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം മസാല പുരട്ടി അങ്ങ് വെക്കാം. ഒന്ന് വരഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങ് മസാല പുരട്ടി വെക്കുവാണേ. കാരണം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് മീൻ ഫ്രൈ ചെയ്തത്. അത്രയും നേരം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ മീൻ ഫ്രൈക്ക് ടേസ്റ്റും കൂടും. അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ വറക്കാറുണ്ടെങ്കിൽ അങ്ങ് മസാല പുരട്ടി വെക്കണേ. അപ്പോൾ ഈ സമയം കൊണ്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കുക്കറിൽ ഞാൻ ഒറ്റ വിസിലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഉടച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഉടച്ചെടുക്കാം. നമുക്ക് നല്ലതുപോലെ ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് പരിപ്പായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പാലക്ക് കറിക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ. ഇത് തേങ്ങ ഇല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. തേങ്ങ ഇടുമ്പോൾ ഒരു കൊഴുപ്പും ഇതിന് ടേസ്റ്റും കൂടും. പിന്നെ വേണം കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, എരിക്ക് ആവശ്യമായ പച്ചമുളക്. ഇത് ഇത്രയിട്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് ആവണ്ട കേട്ടോ. ഒരു 85-90% അരഞ്ഞാൽ മതി. ഇനി അരപ്പ് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം എത്രയും കട്ടി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ പണ്ട് 1-2 വ്ളോഗിൽ കടലയും ബീട്രൂട്ടും ഇട്ട് മെഴുക്ക് പുരട്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ട്രൈ ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റിയാണെന്നൊക്കെ റിപ്ലൈ തന്നായിരുന്നേ. അപ്പോൾ ഇന്ന് കടല കുറച്ച് കുതിർത്തത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് കടലയും കുറച്ച് ഉപ്പ്, പച്ചമുളക്, സവാള ഇത് ഇത്രയും സാധാ വേവിക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് വെന്തിട്ട്, കാരണം മെഴുക്ക് പുരട്ടിക്കൊന്നും ഒത്തിരി വേവുണ്ടല്ലോ, അത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിക്കുള്ളത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കടുക് താളിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് അത് പൊട്ടുമ്പോൾ കൊച്ചുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ഇതിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിക്ക് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നല്ലൊരു കളർ കിട്ടും കറിക്ക്. ഇനി അഥവാ നിങ്ങളുടെ കറിക്ക് എരി കുറവാണ്, അരപ്പിലത്തെ മുളക് കുറവാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ എരിയുള്ള മുളക് പൊടി ഇതിൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും മുളക് പൊടി ഇടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടേ ഇടാവൂ.
അപ്പോൾ കടുക് താളിച്ചൊഴിച്ച ശേഷം അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. തോരൻ വെക്കാനായിട്ട് ഒരു പാത്രം ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. ഈ പാത്രം നോൺ സ്റ്റിക്ക് അല്ല, സാദാ കടായിയാണേ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് സവാളയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര അരിഞ്ഞത് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ആ എണ്ണയുമായിട്ടൊക്കെ ഒന്ന് യോജിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങി ആവിയിൽ അത് വെന്ത് തുടങ്ങും. ചീരത്തോരൻ പല രീതിയിൽ വെക്കാറുണ്ട്, ഇത് വേറൊരു രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ചീരത്തോരൻ, പയറുതോരൻ ഇങ്ങനെയൊക്കെയുള്ള തോരനുകൾക്ക് ഏറ്റവും രുചി കൂടുന്നത് കൊച്ചുള്ളി ചതച്ചിട്ട് വറ്റൽമുളക് ചതച്ച് എണ്ണയിൽ മൂപ്പിച്ച് അങ്ങനെ ചെയ്യുന്നതാണേ. അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ല എന്ന് ഞാൻ പറയാൻ മറന്നുപോകും. അതായത് ജോസൻ്റെ അടുത്ത് പറഞ്ഞു വിടാൻ മറന്നു വറ്റൽമുളക് വേണമെന്ന്. മെഴുക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, കട്ടിയുള്ള നമ്മുടെ ഉരുളിയാണ്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒരു ഇത്തിരി വെന്ത് തുടങ്ങിയപ്പോൾ അതിനകത്തേക്ക് ഞാൻ ബീട്രൂട്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറിക്കൊക്കെ വേവുന്നതിൻ്റെ അത്രയും നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് കടല വേവുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബീട്രൂട്ടിന് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ്. അത് മെഴുക്ക് പുരട്ടി ആയാലും തോരനായാലും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് കുരുമുളക് പൊടി. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ചീര നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഈ ചീര ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങുന്ന ചീരയായിരുന്നേ. ചില ചീരകൾ കിട്ടും ഒട്ടുമേ വെള്ളം ഇറങ്ങത്തില്ല, അത് നല്ല നാടൻ ചീരയുമായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു അത്ര നാടനായിരിക്കില്ല, അതായിരിക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചീര ഏകദേശം വെന്ത് തുടങ്ങി. അപ്പോൾ ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുക. അരപ്പെന്ന് പറയാൻ ബാക്കിയെല്ലാം ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ മാത്രം മതി. മഞ്ഞപ്പൊടി ഓൾറെഡി സവാള വഴറ്റാൻ നേരം ഇട്ടിരുന്നു. സാധാരണ ചീരത്തോരൻ ഞാൻ ലാസ്റ്റിലാണ് ഉപ്പ് ചേർക്കാറുള്ളത്. ഇപ്രാവശ്യം പക്ഷേ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഇനി ബാക്കിയുള്ള ഉപ്പ് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് തേങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെക്കാം. ആവിയിൽ നല്ലതുപോലെ ഒന്ന് വേവട്ടെ. അതിനുശേഷം നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഇളക്കിയെടുത്ത് മാറ്റി വെക്കാം. ചീരത്തോരനൊക്കെ പെട്ടെന്നാവുന്ന തോരനുകളാണ്. അപ്പോൾ തോരൻ വെച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് 2-3 വിരുന്നുകാരുണ്ടെന്നറിഞ്ഞു. പെട്ടെന്ന് ചടപടേന്ന് കുറച്ച് മീൻ നമ്മുടെ വിറകടുപ്പിൽ ഫ്രൈ ആവുന്നുണ്ട്. ബാക്കിയുള്ളത് ഈ അടുപ്പിലോട്ട് ഇട്ടതാണ്, എല്ലാം ഒരുമിച്ചങ്ങ് വറക്കാൻ വേണ്ടിയാണ്. ആദ്യം വിചാരിച്ചത് കുറച്ച് മീൻ വറുത്തിട്ട് ബാക്കി മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. എന്നാൽ പിന്നെ നമുക്ക് വിരുന്നുകാരോട് ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് മൊത്തം എടുത്തങ്ങ് ഫ്രൈ ചെയ്തു. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തത് തന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പുറത്തും ഇരിക്കും കേട്ടോ, കേടാകാതെ. അപ്പോൾ വിറകടുപ്പിൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ടേ. നിങ്ങളൊന്ന് ചിന്തിക്കും, ചേച്ചി നല്ല നോൺ സ്റ്റിക്ക് പാത്രമല്ലേ വിറകടുപ്പിൽ വെച്ചിരിക്കുന്നതെന്ന്. ഇത് നോൺ സ്റ്റിക്ക് പഴക്കം വന്നതാണ് കേട്ടോ, പുതിയതല്ല. പുതിയ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വിറകടുപ്പിൽ വെക്കില്ലായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇത് ഒത്തിരി പഴക്കമുള്ളതാണ്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി അടുപ്പി വെച്ചത് നല്ല കളറും വന്നു. ചൂടുണ്ടോ? ഞാൻ ഈ കടല ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ആവി കയറ്റി അതിനകത്തിടും. എനിക്ക് പച്ചയ്ക്കൊക്കത്തില്ല, ഗ്യാസ് കയറും. ചിലർ ഈ നോർത്ത് ഇന്ത്യൻസ് പച്ചയ്ക്ക് നല്ലോണം കഴിക്കും. അപ്പോൾ കറി, മെഴുക്കുവരട്ടി, തോരൻ, മീനെ എല്ലാം ഓരോ പാത്രങ്ങളിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ആയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ വന്നായിരുന്നു. അപ്പോൾ എല്ലാം റെഡി ആയായിരുന്നേ, അതുകൊണ്ട് വന്നപ്പോഴേ കൊടുക്കാനും പറ്റി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ചേച്ചി കഴിക്കുന്നവരുടെ ഫേസ് ഒന്നും ഇല്ലല്ലോ, ആരാ വന്നിന്നൊന്നും കണ്ടില്ലല്ലോ എന്ന്. പക്ഷെ അത് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ എനിക്ക് വീഡിയോയിൽ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫേസ് വീഡിയോ എടുക്കാഞ്ഞതും നിങ്ങളെ കാണിക്കാത്തതും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു പ്ലേറ്റ് ഇരിക്കുന്ന കണ്ടോ, ഞാനും അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അന്നേരമാണ് ഓർത്തത്, എല്ലാവരും ഇന്നുണ്ടല്ലോ, എങ്കിൽ ഇത്തിരി വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കിട്ടാറേ ഇല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ കഴിക്കാൻ പറ്റാറേ ഇല്ല. അപ്പോൾ എനിക്ക് വിചാരിച്ചു എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഇത്തിരി വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ എന്താ, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇപ്പോൾ ഓരോ ദിവസവും ഞങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് എല്ലാവരും കാണുന്നുണ്ട്. അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻ്റ് ഇട്ട് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.